today we're going to deal with accommodation. Accommodation optometrine സംബന്ധിച്ചിടത്തോളം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഭയങ്കര റിഫ്രാക്ഷനിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്കും ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു വിഷയമാണ് അക്കോമഡേഷൻ. സോ ഹാവിങ് എ വെരി ഗുഡ് നോളജ് ഓഫ് അക്കോമഡേഷൻ നമുക്ക് നമ്മുടെ തിയറിയിൽ മാത്രമല്ല നമ്മുടെ പ്രാക്ടിക്കലും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ് നോയിങ് അബൌട്ട് അക്കോമഡേഷൻ. സോ ടുഡേ we're going to deal with accommodation. Okay. അപ്പോൾ എന്താണ് അക്കോമഡേഷൻ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അക്കോമഡേഷൻ ഇസ് എ യുണീക് മെക്കാനിസം ഓഫ് ദി ഐ ബൈ വിച്ച് യു ആർ ഏബിൾ ടു സീ നിയർ. ഓക്കെ, അപ്പൊ സീയിങ് എ ഡിസ്റ്റന്റ് ഒബ്ജെക്ട് ആൻഡ് സീയിങ് എ നിയർ ഒബ്ജെക്ട് ഡിഫറെന്റ് ആണ് അല്ലെ? എങ്ങനെ ഡിഫറെന്റ് ആണ്? ലെറ്റ്സ് ജസ്റ്റ് ലുക്ക് ഇൻ ടു വാട്ട് ഹാപ്പൻസ് അറ്റ് ദി ഐ ലെവൽ. ഒരു ഡിസ്റ്റന്റ് ഒബ്ജെക്ട് എന്ന് പറയുമ്പോൾ സേ അറ്റ് ഒപ്റ്റിക്കൽ ഇൻഫിനിറ്റി 6 മീറ്റേഴ്സിലുള്ള ഒരു ഒബ്ജെക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് ആർ ആക്ച്വലി പാരലൽ. ഈ പാരലൽ റേസിനെ നോർമൽ ആയിട്ട് നമ്മുടെ കോർണിയയും നമ്മുടെ ക്രിസ്റ്റലൈൻ ലെൻസും കൂടി കൺവേർജ് ചെയ്ത് ദേ ബ്രിങ് ടു എ ഫോക്കസ് ഓൺ ദി റെറ്റിന. ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ഇതില് നമുക്ക് എല്ലാവർക്കും അറിയാം the total dioptric power of the eye is almost 58 to 60 diopters. അതിൽ almost 45 diopters contribute ചെയ്യുന്ന cornea and the remaining amount is contributed by the crystalline lens. ഇനി when you in distant objectൽ നിന്ന് നിയറിലേക്ക് വരുമ്പോൾ what is the difference? When you come to a near object, ഒരു നിയർ ഈ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിൽ നിന്ന് നമ്മൾ ക്ലോസർ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതിനനുസരിച്ചിട്ട് see suppose you are looking at an object closer than the optical infinity, ഇവിടെ നിന്ന് വരുന്ന light rays parallel അല്ല, they are diverging. Vergence of light changes as the object moves closer to the eye, the vergence increases, it becomes diverging. അപ്പൊ ഡൈവേർജിങ് ലൈറ്റിനെ കൺവേർജ് ചെയ്യാൻ എന്ത് പോരാ? നമ്മുടെ നോർമൽ ആയിട്ടുള്ള റിഫ്രാക്റ്റീവ് സ്റ്റാറ്റസ് പോരാ. when you come bit more closer, കുറച്ചും കൂടി അടുത്തോട്ട് വരുമ്പോഴത്തേക്കും the divergence is more. Then the eye has to converge more. ഒരു പാരലൽ റേനെ ഫോക്കസ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ പവർ ആവശ്യമുണ്ട് ഒരു നിയർ ഡൈവേർജിങ് ലൈറ്റിനെ പാരലൽ റേനെ ഫോക്കസ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ പവറിന്റെ ആവശ്യമുണ്ട് ഡൈവേർജിങ് റേസിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു നമ്മുടെ റിഫ്രാക്റ്റീവ് സ്റ്റാറ്റസ്, ഐബോളിന്റെ റിഫ്രാക്റ്റീവ് സ്റ്റാറ്റസ് ഇസ് കോൺട്രിബ്യൂട്ടഡ് ബൈ കോർണിയ ആൻഡ് ക്രിസ്റ്റലൈൻ ലെൻസ്. അപ്പൊ നമുക്ക് കൂടുതൽ പവറിന്റെ ആവശ്യം ഉണ്ടാവുമ്പോൾ ഹൂ വിൽ ആക്ച്വലി ഹെൽപ്പ്? കോർണിയ കനോട്ട് ഹെൽപ്പ്. കാരണം കോർണിയ ഒരു എന്താ പറയാ സ്ക്ലീറയുടെ ഇടയിൽ നല്ല ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. സോ കോർണിയ കനോട്ട് ചേഞ്ച് ഇറ്റ് സ്ട്രക്ചർ, ഇറ്റ് കനോട്ട് കോൺട്രിബ്യൂട്ട് ടു മോർ റിഫ്രാക്റ്റീവ് പവർ. അപ്പൊ അവിടെ നമുക്ക് ആകെ ഹെൽപ്പ് ആവുന്നത് നമ്മുടെ ക്രിസ്റ്റലൈൻ ലെൻസ് ആണ്. ക്രിസ്റ്റലൈൻ ലെൻസിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രിസ്റ്റലൈൻ ലെൻസിന് ക്രിസ്റ്റലൈൻ ലെൻസ് ഇസ് ഇലാസ്റ്റിക് സ്ട്രക്ചർ അല്ലെ? ഒരു ഇലാസ്റ്റിക് സ്ട്രക്ചർ ആണ്. ഇറ്റ് ക്യാൻ ചേഞ്ച് ഇറ്റ്സ് ഷേപ്പ്. കോർണിയ പോലെ അല്ല, ഇറ്റ് ക്യാൻ ചേഞ്ച് ഇറ്റ്സ് ഷേപ്പ് because it is attached to the ciliary muscle with the help of zonules. അപ്പൊ zonules വെച്ചിട്ട് നമ്മളെ സിലിയറി മസിലിലേക്ക് അറ്റാച്ച്ഡ് ആണ് നമ്മുടെ ക്രിസ്റ്റലൈൻ ലെൻസ്. അപ്പൊ ഈ സിലിയറി മസിൽസിന്റെ കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ കാരണം ക്രിസ്റ്റലൈൻ ലെൻസ് ക്യാൻ ചേഞ്ച് ഇറ്റ്സ് ഷേപ്പ്. അപ്പൊ ക്രിസ്റ്റലൈൻ ലെൻസിന് ഒരു റിലാക്സ്ഡ് പൊസിഷൻ ഉണ്ട്, ഒരു അക്കോമഡേറ്റഡ് പൊസിഷൻ ഉണ്ട്. ലെറ്റ്സ് ജസ്റ്റ് ഹാവ് a look at what the changes. ഒരു റിലാക്സ്ഡ് പൊസിഷനിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്റ്റലൈൻ ലെൻസിന്റെ പോസ്റ്റീരിയർ കർവേച്ചറും ആന്റീരിയർ കർവേച്ചറും ഇങ്ങനെ ഇരിക്കും. ക്രിസ്റ്റലൈൻ ലെൻസ് ഒരു ബൈകോൺവെക്സ് സ്ട്രക്ചർ ആണ്. ബൈകോൺവെക്സ് സ്ട്രക്ചർ ആണ്, യൂണികോൺവെക്സ് സ്ട്രക്ചർ അല്ല. യൂണികോൺവെക്സ് എന്ന് പറയുമ്പോൾ രണ്ട് കർവേച്ചറും അഥവാ രണ്ട് സർഫസും സെയിം ഡയോപ്ട്രിക് പവറിൽ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ അതിന് ഇക്യു കോൺവെക്സ് എന്ന് പറയുന്നത്. ഇക്യു കോൺവെക്സ് അല്ല, ബൈകോൺവെക്സ് ആണ്. ആന്റീരിയർ കർവേച്ചറിനെക്കാട്ടിലും കൂടുതലായിരിക്കും പോസ്റ്റീരിയർ കർവേച്ചർ റിലാക്സ്ഡ് സ്റ്റേറ്റില്. ഓക്കെ, ഇനി ക്രിസ്റ്റലൈൻ ലെൻസ് അതിന് ചുറ്റും ഒരു ക്യാപ്സ്യൂൾ ഉണ്ട്. ക്യാപ്സ്യൂളിലേക്ക് സസ്പെൻസറി ലിഗമെന്റ്സ് അഥവാ സോണ്യൂൾസ് അറ്റാച്ച്ഡ് ആണ്. ഈ സോണ്യൂൾസ് ഇസ് അറ്റാച്ച്ഡ് ടു ദ സിലിയറി മസിൽ. അങ്ങനെയാണല്ലോ. ഇനി എങ്ങനെയാണ് നമ്മള് അക്കോമഡേറ്റഡ് പൊസിഷനിൽ എന്താണ് സംഭവിക്കുന്നത്? അക്കോമഡേറ്റഡ് പൊസിഷനിൽ ദ സിലിയറി മസിൽസ് ആർ കൺട്രാക്റ്റഡ്. സിലിയറി മസിൽസ് കൺട്രാക്ട് ചെയ്യുമ്പോൾ there will be a forward movement of the ciliary muscle. സിലിയറി മസിൽസ് മുന്നിലേക്ക് കൺട്രാക്ട് ചെയ്യും. മുന്നിലേക്ക് കൺട്രാക്ട് ചെയ്യുമ്പോൾ റിലാക്സ് സ്റ്റേറ്റിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും സിലിയറി മസിൽസ് സസ്പെൻസറി ലിഗ്മെന്റ്സ് ടൈറ്റ് ആണ്. പക്ഷേ അക്കോമഡേറ്റഡ് സ്റ്റേറ്റില് സീലിയറി മസിൽസ് കൺട്രാക്ട് ചെയ്യുമ്പോൾ സോണിയൂൾസ് സ്ലാക്കൺ ചെയ്യും. സോണിയൂൾസ് സ്ലാക്കൺ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? ക്യാപ്സ്യൂളിന്റെ കോൺവെക്സിറ്റി ചേഞ്ച് ആകും.
and hence crystalline lensന്റെ കോൺവെക്സിറ്റി ചേഞ്ച് ആകും. അപ്പൊ ക്രിസ്റ്റലൈൻ ലെൻസിന്റെ കോൺവെക്സിറ്റി ചേഞ്ച് ആവുന്ന ആ മെക്കാനിസത്തിനെയാണ് നമ്മൾ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അക്കോമഡേറ്റഡ് സ്റ്റേറ്റില് സിലിയറി മസിൽസ് കൺട്രാക്ട് ചെയ്യുകയും സോണിയോൾസ് റിലാക്സ് ചെയ്യുകയും ആൻഡ് ഹെൻസ് the convexity of the crystalline lens increases. ഇതുകൊണ്ട് നമ്മുടെ റിഫ്രാക്റ്റീവ് സ്റ്റാറ്റസ് ഇൻക്രീസ് ആവും. നമ്മുടെ റെഗുലർ റിഫ്രാക്റ്റീവ് പവർ എന്ന് പറയുന്നത് 58 to 60 ഡയോപ്റ്റേഴ്സ് ആണ്. അക്കോമഡേഷന്റെ ഹെൽപ്പ് കൊണ്ട് ഓൾമോസ്റ്റ് 3 to 4 ഡയോപ്റ്റേഴ്സ് വരെ, മാക്സിമം ഓഫ് 4 ഡയോപ്റ്റേഴ്സ് വരെ അക്കോമഡേറ്റ് ചെയ്ത് നമുക്ക് പവറിനെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ വേറൊരു കാര്യം, അക്കോമഡേഷനില് due to the elasticity of the crystalline lens, it can change its shape എന്ന് പറഞ്ഞു. അതിൽ anterior curvature ആണ് ഷേപ്പ് ചേഞ്ച് വരുന്നത്. posterior curvature actually does not involve greatly into accommodation. അക്കോമഡേഷനിൽ കാര്യമായിട്ട് ഇൻവോൾവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഷേപ്പ് ചേഞ്ച് വരുത്തുന്നത് നമ്മുടെ anterior curvature of crystalline lens ആണ്. ഇനി when we talk about അക്കോമഡേഷന്റെ കുറച്ച് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ കുറച്ച് ടെർമിനോളജീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ ഒന്ന് say we'll have punctum remotum and punctum proximum. രണ്ട് important points ആണ്. What is punctum remotum? Punctum remotum is otherwise called as the far point and punctum proximum is otherwise called as the near point. ഫാർ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരു ഹ്യൂമൻ ബീയിങ്ങിന് അവരുടെ കണ്ണിന് ഏറ്റവും ദൂരെയുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെയാണ് നമ്മൾ, അഥവാ ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഫാർ പോയിന്റ് എന്ന് പറയുന്നത്. ഫാർ പോയിന്റ് ഇസ് ദി ഫാർദസ്റ്റ് പോയിന്റ് ദാറ്റ് ക്യാൻ ബി സീൻ ക്ലിയർലി. അതേപോലെ there is a near point, nearest point that can be seen clearly. അത് നമ്മൾ we are coming back to the same picture of accommodation. നമ്മൾ പറഞ്ഞു ഒരു ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിനെ കാണാൻ വേണ്ടിയിട്ട് ഡിസ്റ്റന്റ് പാരലൽ റേസ് ഫോക്കസ് ചെയ്ത് കറക്റ്റ് റെറ്റിനയിൽ വന്ന് ഫോക്കസ് ചെയ്യും. ഓക്കെ, ഇതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ആക്ച്വലി നമ്മൾ കാണുന്നില്ല. സോ ദർ ഇസ് എ ഫാർദസ്റ്റ് പോയിന്റ്. ഡിസ്റ്റൻസിൽ നമുക്ക് ഏറ്റവും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഫാർ പോയിന്റ് ഉണ്ട്. യൂഷ്വലി ഇതിനെ നമ്മൾ ഓപ്റ്റിക്കൽ ഇൻഫിനിറ്റി അഥവാ 6 meters എന്ന് പറയുന്നുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് യു ആക്ച്വലി ഹാവ് നോട്ട്, ഐ മീൻ നമുക്ക് ദാറ്റ് ഇസ് ദ ലിമിറ്റ് ഓഫ് വിഷൻ. ഓക്കെ, ഇനി അടുത്തോട്ട് വരുന്നതിനനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും? ദ വേർജൻസ് ഓഫ് ലൈറ്റ് ഇൻക്രീസസ്. നമ്മൾ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ 58 മതിയാവും. കുറച്ചും കൂടി മുന്നോട്ട് എത്തുമ്പോഴത്തേക്കും 58 പോരാ. സേ ദിസ് ഇസ് പോയിന്റ് എ. പോയിന്റ് എയിൽ ചിലപ്പോൾ നമുക്ക് ഒരു 58 to 60 ഡയോപ്റ്റേഴ്സിൽ കണ്ടു എന്ന് വരും. പക്ഷെ നമ്മൾ പോയിന്റ് ബിയിൽ എത്തും, 60 ഡയോപ്റ്റേഴ്സ് പോരാ. യു മേ റിക്വയർ 63 ഡയോപ്റ്റേഴ്സ്. കുറച്ചും കൂടി അടുത്തെത്തുമ്പോഴത്തേക്കും സേ ദർ ഇസ് സം 1 point. ഈ പോയിന്റില് സേ ദിസ് ഇസ് പോയിന്റ് സി. ഇവിടെ നമുക്ക് 63 ഡയോപ്റ്റേഴ്സ് പോരാ. യു മേ റിക്വയർ 64 ഡയോപ്റ്റേഴ്സ്. ഇനി കുറച്ചും കൂടി അടുത്തെത്തുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുന്നത്? യു കനോട്ട് സീ. ദാറ്റ് മീൻസ് ദർ ഇസ് 1 point, ക്ലോസസ്റ്റ് പോയിന്റ് ദാറ്റ് ഇസ് സീൻ ക്ലിയർലി. അപ്പം നമുക്ക് ഏറ്റവും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന നിയറസ്റ്റ് പോയിന്റിനെയാണ് നമ്മൾ നിയർ പോയിന്റ് അഥവാ പങ്ക്ടം പ്രോക്സിമം എന്ന് പറയുന്നത്. ഏറ്റവും അടുത്ത് കാണാൻ പറ്റുന്ന ഒരു നിയർ പോയിന്റ് ഉണ്ട്. ഇതിന്റെ ഇപ്പുറത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കില്ല. ദാറ്റ് മീൻസ് ദർ ഇസ് എ ലിമിറ്റ് ഓഫ് അക്കോമഡേഷൻ. നമ്മൾ പറഞ്ഞില്ല, മാക്സിമം നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയില്ല. സോ നമുക്ക് ഒരു ഫാർ പോയിന്റ് ഉണ്ട്, ഒരു നിയർ പോയിന്റ് ഉണ്ട്. സോ ഫാർ പോയിന്റിന്റെ അപ്പുറത്തേക്കും വിസിബിലിറ്റി ഇല്ല, നിയർ പോയിന്റിന്റെ ഇപ്പുറത്തേക്കും നമുക്ക് വിസിബിലിറ്റി ഇല്ല. ഇറ്റ് വിൽ ബി ബ്ലർഡ് വിത്തിൻ നിയർ പോയിന്റ് ആൻഡ് ബിയോണ്ട് ഫാർ പോയിന്റ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കാണാൻ സാധിക്കുന്ന there is a particular area and this area is called as range of accommodation. അല്ലെ, ഫാർ പോയിന്റിന്റെയും നിയർ പോയിന്റിന്റെയും ഇടയിലുള്ള ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റേഞ്ച് ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഫോണിൽ റേഞ്ച് കിട്ടുന്നത് പോലെ തന്നെ അക്കോമഡേഷൻ ഇതിന്റെ ഇടയിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഫാർ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് അക്കോമഡേഷന്റെ ആവശ്യമില്ല. പിന്നെ അതിന്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നതിനനുസരിച്ചിട്ട് അക്കോമഡേഷൻ കൂടി വന്ന് ഒരു മാക്സിമം ലിമിറ്റ് എത്തി ഇതിന്റെ അപ്പുറത്തേക്ക് പിന്നെ അക്കോമഡേറ്റ് ചെയ്യൂല. സോ വാട്ട് ഇസ് ദിസ്? ദിസ് ഇസ് റേഞ്ച് ഓഫ് അക്കോമഡേഷൻ. അപ്പൊ എന്താണ് റേഞ്ച് ഓഫ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റേഞ്ച് ഓഫ് അക്കോമഡേഷൻ ഇസ് far point minus near point. Far point കാണാനുള്ള far point is one distance, near point is another distance. Far point ൽ നിന്ന് near point മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ, ഡിസ്റ്റൻസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഡിസ്റ്റൻസ് ആണ് റേഞ്ച് ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി
ഫാർ പോയിന്റും നിയർ പോയിന്റും എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഫാർ പോയിന്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ റിഫ്രാക്റ്റീവ് സ്റ്റാറ്റസ് ഓഫ് ദി ഐബോൾ. ഒരാളുടെ റിഫ്രാക്റ്റീവ് സ്റ്റാറ്റസിനെയാണ് ഫാർ പോയിന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് ഒരു ഇമെട്രോപ്പിന്റെ ഫാർ പോയിന്റ്, ഓക്കെ, ഒരു മയോപ്പിന്റെ ഫാർ പോയിന്റ്, ഒരു ഹൈപ്പർമെട്രോപ്പിന്റെ ഫാർ പോയിന്റ്, എവറിഥിങ് ഡിഫേഴ്സ്. ഇമെട്രോപ്പിന്റെ ഫാർ പോയിന്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ 6 meters. ഇമെട്രോപ്പിന്റെ ഫാർ പോയിന്റ് ആണ് 6 meters, optical infinity. അതിന്റെ അപ്പുറത്തേക്ക് that is the normal thing. Beyond that you actually need not see actually. Okay, ഇനി ഒരു മയോപ്പിന്റെ ഫാർ പോയിന്റ് എവിടെയായിരിക്കും? മയോപ്പിന്റെ ഫാർ പോയിന്റ് will be in front of the eye. അപ്പൊ കുറെ ദൂരത്തേക്ക് പോവില്ല, it will be within, in front of the eye, in front of the eye ആയിരിക്കും. Myopiന്റെ far point will be in front of the eye. And what about the hypermetrope? It will be behind the eye. It will be behind the eye. Okay? Upon far point of a human being depends on the refractive status of the eyeball. Emmetrope in the far point ലായിരിക്കും, myope in the in front ആയിരിക്കും, hypermetrope in the behind the eyeball ആയിരിക്കും. Now what does near point depends on? Near point എന്തിനെങ്കിലും depend ചെയ്യോ? Of course near point depends on age. On age. Younger age ആകുമ്പോൾ വളരെ ചെറിയ കുട്ടികളുടെ near point will be very close to face. പിന്നെ പ്രായം കൂടുന്നതിനനുസരിച്ചിട്ട് നിയർ പോയിന്റ് റിസീഡ്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? അങ്ങനെ നിയർ പോയിന്റ് ബിയോണ്ട് ഒരു ലിമിറ്റ് റിസീഡ് ചെയ്യുന്ന കണ്ടീഷന്റെ പേരാണ് presbyopia. അല്ലെ? നിയർ പോയിന്റ് റിസീഡ്സ് വിത്ത് ഏജ്. യൂഷ്വലി ഇപ്പൊ കുട്ടികളിലൊക്കെ ആകുമ്പോഴത്തേക്കും നിയർ പോയിന്റ് വിൽ ബി സംവെയർ അറൌണ്ട് 10 centimeters to 12 centimeters. They can hold very closely and they can read. പക്ഷെ പിന്നീട് ഒരു 20-22 ഒക്കെ ആകുമ്പോഴത്തേക്കും it just goes beyond അല്ലെ? ഒരു 18-20 centimeters ആവും, 25 centimeters ആവും, 35 centimeters ആവും, 40 centimeters വരെ it's okay, it's normal. പക്ഷെ beyond 40 centimeters it is difficult. കാരണം നമ്മൾ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് റീഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ്. അതിനെയാണ് നമ്മൾ presbyopia എന്ന് പറയുന്നത്. സോ ഓരോ ഹ്യൂമൻ ബീയിങ്ങിന്റെയും നിയർ പോയിന്റ് ഡിപ്പെൻഡ്സ് ഓൺ ഏജ്. ഓരോ ഹ്യൂമൻ ബീയിങ്ങിന്റെയും ഫാർ പോയിന്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ റിഫ്രാക്റ്റീവ് സ്റ്റാറ്റസ് ഓഫ് ദി eyeball. So is that clear? Far point is otherwise called as punctum remotum. Punctum remotum PR. And near point is otherwise called as punctum proximum. That is called as punctum proximum. Adutthulla nearest closest point that is seen clearly, near point. Near point depends on age. Far point depends on refractive status. And the difference between far point and near point is called as range of accommodation. Range of accommodation. ഇനി ഞാൻ പറഞ്ഞു ഫാർ പോയിന്റ് കാണാൻ നമുക്ക് അക്കോമഡേറ്റീവ് ഡിമാൻഡ് ഇല്ല, അല്ലെങ്കിൽ അക്കോമഡേഷന്റെ ആവശ്യമില്ല. നിയർ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് അക്കോമഡേഷന്റെ ആവശ്യമുണ്ട്. ഇപ്പം ഡയോപ്ട്രിക് വാല്യൂ, ഓക്കെ, ഫാർ പോയിന്റ് കാണാനുള്ള ഡയോപ്ട്രിക് വാല്യൂ ഉണ്ട്, ഫാർ പോയിന്റ് കാണാൻ ഒരു ഡയോപ്ട്രിക് വാല്യൂ ഉണ്ട്, നിയർ പോയിന്റ് കാണാനുള്ള ഡയോപ്ട്രിക് വാല്യൂ ഉണ്ട്. ഏതിനായിരിക്കും ഡയോപ്ട്രിക് വാല്യൂ കൂടുതൽ? ഡെഫിനറ്റ് ആയിട്ടും നിയർ പോയിന്റ് കാണാൻ തന്നെയായിരിക്കും കൂടുതൽ. കാരണം ബിക്കോസ് ക്ലോസർ ആയിരിക്കും, ഡൈവേർജൻസ് കൂടുതലായിരിക്കും, അപ്പൊ കൂടുതൽ പവറിന്റെ ആവശ്യം ഉണ്ടാവും നിയർ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ദ ഡയോപ്ട്രിക് ഡിഫറൻസ് മനസ്സിലാക്കുക. ദ ഡയോപ്ട്രിക് ഡിഫറൻസ് ബിറ്റ്വീൻ നിയർ പോയിന്റ് ആൻഡ് ഫാർ പോയിന്റ് ഇസ് കോൾഡ് ആസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ വെരി ഇമ്പോർട്ടന്റ്. നമ്മുടെ ഒരുപാട് ടെസ്റ്റ് റിഫ്രാക്ഷനിലാണെങ്കിലും അല്ലാണ്ടാണെങ്കിലും നോൺ ബൈനോക്കുലർ സ്ട്രാബിസ്മിക് വിഷൻ അനോമലീസിലാണെങ്കിലും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ്, ഫിസിയോളജി ഓഫ് ഐയിൽ ഒരു പാരാമീറ്റർ ആണ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ. ഹൗ മച്ച് ഇസ് ദി ആംപ്ലിറ്റ്യൂഡ്? എത്രയാണ് അക്കോമഡേറ്റീവ് ആംപ്ലിറ്റ്യൂഡ് എന്ന് ചോദിക്കും. പല സ്റ്റേറ്റിലും പല കണ്ടീഷൻസിലും presbyopia ആണെങ്കിൽ പോലും ഇപ്പൊ നമുക്കറിയാലോ 40ൽ നമ്മൾ ഡോണ്ടേഴ്സ് ഫോർമുല പ്രകാരം +1 ആഡ് കൊടുക്കണം. പക്ഷെ നമ്മൾ ഇപ്പൊ നോക്കുകയാണെങ്കിൽ എല്ലാ 40 ഇയേഴ്സിലും 41 ഇയേഴ്സിലും എല്ലാവരും ആഡ് വാല്യൂ വെക്കുന്നുണ്ടോ? ആഡ് പവർ വെക്കുന്നുണ്ടോ? ഇല്ല. What is the difference? It depends on the amplitude of accommodation. ചില ആൾക്കാർക്ക് ആംപ്ലിറ്റ്യൂഡ് ഹൈ ആയിരിക്കും, ചില ആൾക്കാർക്ക് ആംപ്ലിറ്റ്യൂഡ് ലോ ആയിരിക്കും. ആംപ്ലിറ്റ്യൂഡ് ലോ ആണെങ്കിൽ പെട്ടെന്ന് ആഡ് വാല്യൂ അല്ലെങ്കിൽ ആഡ് പവറിന്റെ ആവശ്യം ഉണ്ടാകും. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. ആംപ്ലിറ്റ്യൂഡ് ഡിപ്പെൻഡ്സ് ഓൺ ഈച്ച് ആൻഡ് എവ്രിബഡീസ് refractive status. Okay, ഓരോരുത്തർ ഇൻഡിവിജ്വലി ഇറ്റ് ഡിഫേഴ്സ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ. അപ്പൊ എന്താണ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ? നിയർ പോയിന്റ് കാണാനുള്ള ഡയോപ്ട്രിക് വാല്യൂ ഫാർ പോയിന്റ് കാണാനുള്ള ഡയോപ്ട്രിക് വാല്യൂം തമ്മിലുള്ള വ്യത്യാസം. സപ്പോസ് ഫാർ പോയിന്റ് കാണാനുള്ള ഡയോപ്ട്രിക് വാല്യൂവിനെ നമ്മൾ പങ്ക്ടം റിമോട്ടം അല്ലേ, അപ്പൊ അതിനെ നമ്മൾ R എന്ന് ഡിനോട്ട് ചെയ്യണം. ഓക്കെ,
ആൻഡ് നിയർ പോയിന്റ് കാണാൻ ഡയോപ്ട്രിക് വാല്യൂനെ നമ്മൾ പി എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ പങ്ക്ടം പ്രോക്സിമം ആ വാല്യൂവിനെ പി ആയിട്ടും പങ്ക്ടം റിമോട്ടമിനെ ആർ ആയിട്ടും നമ്മൾ ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ ഇസ് ഗിവൺ ബൈ ദ ഫോർമുല എ ഇസ് ഈക്വൽ ടു പി മൈനസ് ആർ. കാരണം പങ്ക്ടം പ്രോക്സിമം ആയിരിക്കുമല്ലോ ഡയോപ്ട്രിക് വാല്യൂ കൂടുതൽ. അപ്പൊ പി മൈനസ് ആർ ഇതാണ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. കാരണം ഒരുപാട് കണ്ടീഷൻസിൽ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ മെഷർ ചെയ്യുകയും അത് ലോ ആണോ ഹൈ ആണോ എന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഡയഗ്നോസിസ് മാറ്റം വരും, നമ്മുടെ പ്രിസ്ക്രിപ്ഷനിൽ ചേഞ്ച് വരും, ഒക്കെ ആംപ്ലിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ അപ്പോ ഒരാളുടെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ നമ്മൾ മെഷർ ചെയ്യുന്നത് എ ഇസ് ഈക്വൽ ടു പി മൈനസ് ആർ എന്നുള്ള ഫോർമുല യൂസ് ചെയ്തിട്ടാണ്. നൗ ദിസ് ഡിഫേഴ്സ് ഫോർ മയോപ്സ് ആൻഡ് ഹൈപ്പർമെട്രോപ്സ്. മയോപ്സിന് എന്തായിരിക്കും? What happens with myopes? മയോപ്സിന്റെ ഫാർ പോയിന്റ് എവിടെയാണ്? ഇൻ ഫ്രണ്ട് ഓഫ് ദി ഐബോൾ ആണെന്ന് പറഞ്ഞു. അതില് ഫാർ പോയിന്റ് കാണാനുള്ള ഡയോപ്ട്രിക് വാല്യൂ, അതായത് മയോപ്സിന്റെ ഫാർ പോയിന്റ് കാണാനുള്ള ഡയോപ്ട്രിക് വാല്യൂ എന്ന് പറയുന്നത് അവരുടെ റിഫ്രാക്റ്റീവ് പവർ തന്നെയാണ്. അവരുടെ റിഫ്രാക്റ്റീവ് പവർ തന്നെയാണ്. അപ്പൊ മയോപ്സിന്റെ ഫാർ പോയിന്റ് എന്ന് പറയുന്നത് എ ഇസ് ഈക്വൽ ടു പി മൈനസ് ആർ. ഓക്കെ, where R is the refractive power. അപ്പൊ അത് 2 diopters ആവാം, 3 diopters ആവാം, 1.75 ആവാം. അത് അവരുടെ ഡയോപ്ട്രിക് വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യും. ആർ എന്ന് പറയുന്നത്, പി എന്ന് പറയുന്നത് അവരുടെ നിയർ പോയിന്റ് എവിടെയാണോ ആ നിയർ പോയിന്റിലേക്കുള്ള ഡയോപ്ട്രിക് വാല്യൂ. ഓക്കെ, അപ്പൊ നമ്മൾ സാധാരണ ഈ നിയർ പോയിന്റും ഫാർ പോയിന്റും ഡിസ്റ്റൻസിലാണ് മെഷർ ചെയ്യുക. ഈ ഡിസ്റ്റൻസിനെ നമ്മൾ പവറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഡിസ്റ്റൻസിനെ എങ്ങനെയാ പവറിലേക്ക് കൺവേർട്ട് ചെയ്യുക? ഡിസ്റ്റൻസിനെ പവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വളരെ സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? എങ്ങനെയാണ് ഡിസ്റ്റൻസിനെ പവറിലേക്ക് കൺവേർട്ട് ചെയ്യുക? P is equal to 100 by distance. അതായത് ഇപ്പൊ ഒരാളുടെ നിയർ പോയിന്റ് 25 സെന്റിമീറ്റേഴ്സിലാണ്. നിയർ പോയിന്റ് 25 സെന്റിമീറ്റേഴ്സ് ആണ്. അതായത് ആൾക്ക് കാണുന്ന ഏറ്റവും നിയറസ്റ്റ് പോയിന്റ്, ക്ലിയറസ്റ്റ് പോയിന്റ് 25 സെന്റിമീറ്റേഴ്സ്. 25 സെന്റിമീറ്റേഴ്സ് ഇപ്പുറം ക്ലിയർ അല്ല. ഇപ്പൊ 25 സെന്റിമീറ്റേഴ്സ് ഇസ് ദ നിയർ പോയിന്റ്. അപ്പൊ NPA എന്ന് പറയും നമ്മൾ, അല്ലെ? നിയർ പോയിന്റ് 25 സെന്റിമീറ്റേഴ്സ് ആണെങ്കിൽ അതിലേക്ക് വേണ്ട ഡയോപ്ട്രിക് വാല്യൂ എത്രയാണ്? വളരെ സിമ്പിൾ ആണ്. 100 divided by 25, that is 4 diopters. ഓക്കെ, ഒരാളുടെ ഡിസ്റ്റന്റ് ഫാർ പോയിന്റ് എക്സാമ്പിൾ ആണ്. ഫാർ പോയിന്റ്, ഈ മെട്രോപ്പിന്റെ ഫാർ പോയിന്റ് 0 ആണ് കാണുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ മെട്രോപ്പിന്റെ ഫാർ പോയിന്റ് ഈ മെട്രോപ്പിന്റെ ഫാർ പോയിന്റ് ഇൻഫിനിറ്റി ആണ്. 100 divided by ഇൻഫിനിറ്റി 0 ആണ്. ഓക്കെ, അപ്പൊ ഞാനൊരു ഇമെട്രോപ്പിന്റെ ആംപ്ലിറ്റ്യൂഡ് കണ്ടെത്തുകയാണ്. അതായത് നിയർ പോയിന്റ് 25 സെന്റിമീറ്റേഴ്സിലും ഫാർ പോയിന്റ് ഇൻഫിനിറ്റിയിലുള്ള ഒരു ഇമെട്രോപ്പിന്റെ, ഓക്കെ, ഒരു ഇമെട്രോപ്പിന്റെ ആംപ്ലിറ്റ്യൂഡ് കണ്ടെത്തുന്നത് എങ്ങനെയാണ്? എ ഇസ് ഈക്വൽ ടു പി മൈനസ് ആർ എന്ന ഫോർമുല യൂസ് ചെയ്തിട്ടാണ്. അതിൽ പങ്ക്ടം പ്രോക്സിമം നിയർ പോയിന്റ് 25 സെന്റിമീറ്റേഴ്സ് ആണ്. 25 സെന്റിമീറ്റേഴ്സ് കാണാൻ 4 ഡയോപ്റ്ററിന്റെ ആവശ്യമുണ്ട്. പങ്ക്ടം റിമോട്ടം ഫാർ പോയിന്റ് ഇൻഫിനിറ്റിയിലാണ്. ഇൻഫിനിറ്റി കാണാനുള്ള പവർ 0 ആണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഒരാളുടെ ആംപ്ലിറ്റ്യൂഡ് 4 ഡയോപ്റ്റേഴ്സ് ആയിരിക്കും. ഇതൊരു ഇമെട്രോപ്പിന്റെ ഫാർ പോയിന്റ് ആണ് കേട്ടോ. ഇനി സെയിം പേഷ്യന്റ് ഞാൻ ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത് കേട്ടോ. 25 സെന്റിമീറ്റേഴ്സ് നിയർ പോയിന്റ് ഉള്ള ഒരു 2 ഡയോപ്റ്റർ മയോപ്പ്. മനസ്സിലായോ? 25 സെന്റിമീറ്റേഴ്സ് നിയർ പോയിന്റ് ഉള്ള ഒരു 2 ഡയോപ്റ്റർ മയോപ്പിന്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? ആംപ്ലിറ്റ്യൂഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സെയിം ഫോർമുല, എ ഇസ് ഈക്വൽ ടു പി മൈനസ് ആർ. ഒരു മാറ്റമില്ല. എ ഇസ് ഈക്വൽ ടു പി മൈനസ് ആർ എന്ന ഫോർമുല നമ്മൾ യൂസ് ചെയ്യാണ്. അതിൽ പങ്ക്ടം പ്രോക്സിമം 25 സെന്റിമീറ്റേഴ്സ് ആണ് അല്ലെ? 25 സെന്റിമീറ്റേഴ്സ് കാണാൻ 4 ഡയോപ്റ്റേഴ്സിന്റെ ആവശ്യമുണ്ട്. മൈനസ് ആർ എന്ന് പറയുന്നത് 2 ഡയോപ്റ്റേഴ്സ് ആണ്. സോ ദി ആംപ്ലിറ്റ്യൂഡ് ഇസ് 2 ഡയോപ്റ്റേഴ്സ്. ചിലവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും, ഇത് മാം -2 അല്ലേ, അപ്പൊ മൈനസ് ഓഫ് മൈനസ് പ്ലസ് അല്ലേ, അപ്പൊ ഇത് 6 അല്ലേ? അല്ല, ദിസ് ഇസ് എന്തല്ല, -2 അല്ല, 2 ഡയോപ്ട്രിക് വാല്യൂ മാത്രമാണ്. ഡയോപ്ട്രിക് വാല്യൂ മാത്രം ഇടുക. 4 minus 2 is equal to 2 diopters. അപ്പൊ ഈ ഒരു ഇയാളുടെ മയോപ്പിന്റെ ആംപ്ലിറ്റ്യൂഡ് 2 ഡയോപ്റ്റേഴ്സ് ആണ്. ഈ മെട്രോപ്പിന്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയായിരുന്നു? 4 ഡയോപ്റ്റേഴ്സ് ആയിരുന്നു അല്ലെ? മെട്രോപ്പിന്റെ ആംപ്ലിറ്റ്യൂഡ് 4 ഡയോപ്റ്റേഴ്സ് ആയിരുന്നു. മയോപ്പിന്റെ ആംപ്ലിറ്റ്യൂഡ് 2 ഡയോപ്റ്റേഴ്സ് ആണ്. ഇനി കമ്മിങ് ടു ഹൈപ്പർമെട്രോപ്പ്. ഹൈപ്പർമെട്രോപ്പിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? മാറ്റം വരാൻ സാധ്യതയില്ല.
ഉണ്ടോ? മാറ്റം വരാൻ സാധ്യതയില്ല. ഓക്കെ. ഹൈപ്പർ മെട്രോപ്പിന്റെ ആംപ്ലിറ്റ്യൂഡ് A is equal to P minus R. മാറ്റം വരാൻ സാധ്യത ഉണ്ടോ? ഡെഫിനറ്റ്ലി സാധ്യത ഉണ്ട്. കാരണം ഹൈപ്പർ മെട്രോപ്പിന്റെ ഫാർ പോയിന്റ് എവിടെയാണ് കിടക്കുന്നത്? ഹൈപ്പർ മെട്രോപ്പിന്റെ ഫാർ പോയിന്റ് ബിഹൈൻഡ് ദി ഐ ആണ്, 6 മൈനസിലാണ് വരിക. അപ്പൊ ഹൈപ്പർ മെട്രോപ്പിന്റെ ആംപ്ലിറ്റ്യൂഡ് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ A is equal to P plus R എന്നുള്ള ഫോർമുലയാണ്. എന്താണ്? A is equal to P plus R. ഹൈപ്പർ മെട്രോപ്പിന്റെ ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്, മറക്കരുത്. മയോപ്പിന്റെ A is equal to P minus R ആണ്. പക്ഷെ ഹൈപ്പർ മെട്രോപ്പിന്റെ ഫാർ പോയിന്റ് ബിഹൈൻഡ് ദി ഐ ആയതുകൊണ്ട് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ വഴി നമ്മൾ മെഷർമെന്റ് എടുക്കുമ്പോൾ നെഗറ്റീവ് ഡിസ്റ്റൻസ് ആണ് എടുക്കുക. അപ്പൊ നെഗറ്റീവ് ഡിസ്റ്റൻസ് ആവുമ്പോൾ മൈനസ് ഓഫ് നെഗറ്റീവ് ബിക്കംസ് പ്ലസ്. Okay, so A is equal to P minus R. I'll give you a small example. ഒരു ഹൈപ്പർ മെട്രോപ്പിന്റെ നിയർ പോയിന്റ് സേ 33 centimeters ആണ്. Okay, ഹൈപ്പർ മെട്രോപ്പ് ഓഫ് 6 diopters, ഒരു 6 diopter ഹൈപ്പർ മെട്രോപ്പിന്റെ നിയർ പോയിന്റ് 33 centimeters ആണെങ്കിൽ അവരുടെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ എത്രയായിരിക്കും? ആംപ്ലിറ്റ്യൂഡ് A is equal to P plus R. പങ്ക്ടം പ്രോക്സിമം എന്ന് പറയുന്നത് 33 centimeters കാണാനുള്ള ഡയോപ്ട്രിക് വാല്യൂ ആണ്. 33 centimeters കാണാനുള്ള ഡയോപ്ട്രിക് വാല്യൂ എത്രയാണ്? 100 divided by 33. That is 3 diopters plus R is 6 diopters. That is 9 diopters. Getting it? Amplitude of hypermetropes will be always higher കാരണം they tend to accommodate more. മയോപ്സിനെ അക്കോമഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം മയോപ്സിന് വളരെ ക്ലിയർ നിയർ വിഷൻ ഉണ്ട്. സോ their amplitude of accommodation will be much less, അല്ലെങ്കിൽ will be underdeveloped. പക്ഷെ ഹൈപ്പർ മെട്രോപ്സ് ഹാവ് ടു അക്കോമഡേറ്റ് കാരണം അവർക്ക് നിയർ വിഷൻ ഡിഫിക്കൽട്ടി ഉണ്ട്. അപ്പൊ അവരൊന്ന് അക്കോമഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കാണും എന്നുള്ളതുകൊണ്ട് ഹൈപ്പർ മെട്രോപ്സ് ടെൻഡ് ടു അക്കോമഡേറ്റ് മോർ. അപ്പം വാട്ട് ഇസ് ദി ലേണിംഗ് ഫോർ ടുഡേ? ലേണിംഗ് ഫോർ ടുഡേ ഇസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ, മെഷർമെന്റ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ. കമ്മിങ് ബാക്ക് ടു ഈച്ച് ഫോർമുലാസ്, amplitude of accommodation is given by the formula A is equal to P minus R ആണ് കേട്ടോ. എക്സാക്ട് ഫോർമുല A is equal to P minus R ആണ്. അതിൽ ഇമെട്രോപ്പ് ആണെങ്കിൽ R 0 ആണ്. R എന്തുകൊണ്ടാണ് 0 ആവാൻ കാരണം? ഫാർ പോയിന്റ് ഇൻഫിനിറ്റിയിലാണ്. ഇൻഫിനിറ്റി കാണാൻ 100 divided by infinity 0 ഡയോപ്ട്രിക് വാല്യൂ ആണ്. അപ്പൊ ഇമെട്രോപ്പിന്റെ ഫാർ പോയിന്റ് ഇൻഫിനിറ്റിയിലായതുകൊണ്ട് വി ആർ നോട്ട് ബോതർഡ് അബൌട്ട് ദ ഡയോപ്ട്രിക് വാല്യൂ ദേർ. ഒരു ഇമെട്രോപ്പിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ നിയർ പോയിന്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യും. ഒരു ഇമെട്രോപ്പ് 10 വയസ്സായ ഒരു ഇമെട്രോപ്പിന്റെ ആംപ്ലിറ്റ്യൂഡും 40 വയസ്സായ ഒരു ഇമെട്രോപ്പിന്റെ ആംപ്ലിറ്റ്യൂഡും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ? 10 വയസ്സായയാളുടെ നിയർ പോയിന്റ് വളരെ ക്ലോസ് ആയിരിക്കും, അപ്പൊ ആംപ്ലിറ്റ്യൂഡ് ഹൈ ആയിരിക്കും. 40 വയസ്സാകുമ്പോൾ നിയർ പോയിന്റ് വിട്ടിട്ടായിരിക്കും, അപ്പൊ ആംപ്ലിറ്റ്യൂഡ് ലോ ആയിരിക്കും. നിയർ പോയിന്റിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇമെട്രോപ്പിന്റെ ആംപ്ലിറ്റ്യൂഡ്. വാട്ട് അബൌട്ട് മയോപ്പ്? What about a myope? മയോപ്പിന്റെ ആംപ്ലിറ്റ്യൂഡ് A is equal to P minus R. അതിൽ മാറ്റൊന്നുമില്ല. R എന്ന് പറയുന്നത് അവരുടെ ഡയോപ്ട്രിക് വാല്യൂ ആണ്, P എന്ന് പറയുന്നത് നിയർ പോയിന്റിലേക്കുള്ള കൺവേർഷൻ ആണ്. ഓക്കെ. ഹൈപ്പർ മെട്രോപ്പിന്റെയോ A is equal to P minus R തന്നെയാണ്, പക്ഷെ R നെഗറ്റീവ് ആയതുകൊണ്ട് that becomes A is equal to P plus R. A is equal to P plus R എന്ന ഫോർമുലയിലേക്കാണ് മാറുന്നത്. ഓക്കെ. സോ ഹൈപ്പർമെട്രോപ്പ്, മയോപ്പ് ആൻഡ് ഇമെട്രോപ്പ് 3 ഫോർമുലാസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. A is equal to P for imetrope, A is equal to P minus R for myope, A is equal to P plus R for hypermetrope. So that is the learning for today, amplitude of accommodation. So hope that was clear to all of you. ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ വരുന്ന ഒരു പോർഷൻ ആണ് ഫൈൻഡിങ് ഔട്ട് ദി ആംപ്ലിറ്റ്യൂഡ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടില്ലെങ്കിലും ചിലപ്പോൾ ആഡ് വാല്യൂ കാൽക്കുലേഷനിലൊക്കെ ചിലപ്പോൾ ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ ചോദിച്ചേക്കാം. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്, അണ്ടർസ്റ്റാൻഡിങ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ. അപ്പൊ എന്താണ് അതിൽ അണ്ടർസ്റ്റാൻഡിങ്? എന്താണ്? ഒരു ഇമെട്രോപ്പിന്റെ ഫാർ പോയിന്റ് എവിടെയാണ്, നിയർ പോയിന്റ് എവിടെയാണ്? ഒരു മയോപ്പിന്റെ ഫാർ പോയിന്റ് എവിടെയാണ്, നിയർ പോയിന്റ് എവിടെയാണ്? ഒരു ഹൈപ്പർ മെട്രോപ്പിന്റെ ഫാർ പോയിന്റ് എവിടെയാണ്, നിയർ പോയിന്റ് എവിടെയാണ്? അത്രയും മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ഡിസ്റ്റൻസിനനുസരിച്ചുള്ള ഡയോപ്ട്രിക് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അതില് സാധാരണ ഒപ്റ്റോമെട്രിയിൽ കുറച്ച് ഡിസ്റ്റൻസ് ആണ് വരുന്നത്, അതിന്റെയൊക്കെ കൺവേർഷൻ നമ്മളൊന്ന് ഓർത്ത് വെക്കാം. ഓക്കെ. ഇപ്പൊ ചിലപ്പോൾ 100 സെന്റിമീറ്റേഴ്സ് വരും. 100 സെന്റിമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ 100 divided by 100 that is equal to 1 diopters. ചിലപ്പം 67 സെന്റിമീറ്റേഴ്സ് വരും അല്ലെ, നമ്മൾ നോർമൽ 1 arm ഡിസ്റ്റൻസ് എന്നൊക്കെ പറയും. അപ്പൊ 100 divided by 67 എത്രയാണ്? 1.5 diopters. ഓക്കെ.
50 centimeters വരും. 50 centimeters ആണെങ്കിൽ 100 divided by 50, that is 2 diopters. അപ്പൊ ഇങ്ങനെ നോർമലി വരുന്ന കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. 33 ആണെങ്കിൽ എത്ര വരിക? 33 ആണെങ്കിൽ എത്ര വരിക? 3 diopters. 100 divided by 33, 3 diopters ആണ്. 40 centimeters ആണെങ്കിൽ എത്ര വരിക? 2.5 വരും. 50 centimeters ആണെങ്കിൽ എത്ര വരിക? 2 diopters വരും. 33 centimeters ഞാൻ നേരത്തെ എഴുതി. 50 centimeters. ഓക്കെ. പിന്നെ വരുന്നത് 25 centimeters. Okay, so 25 centimeters ആണെങ്കിൽ 25 centimeters ആണെങ്കിൽ എത്ര വരിക? 100 divided by 25, that will be 4 diopters. 20 centimeters ആണെങ്കിൽ that will be 100 divided by 25 diopters. Okay, 10 centimeters ആണെങ്കിൽ 10 diopters. അപ്പൊ അങ്ങനെ കുറച്ച് നോർമലി വരുന്ന കുറച്ച് ഡിസ്റ്റൻസസ് ഉണ്ട്. ആ ഡിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒന്ന് അതിന്റെ ഒരു കൺവേർഷൻ മനസ്സിലാക്കി 100 divided by distance. So that is the learning for today, amplitude of accommodation. Hope that was clear to all of you. Thank you so much.